ഞാൻ പറയുന്നതൊക്കെ കള്ളത്തരാണ്. പിന്നെ എന്തിനാ എൻ്റെ ചാനലിൽ വന്ന് കണ്ടിട്ട് എൻ്റെ എന്താ പറയുക ഇൻ്റർവ്യൂ കഴിഞ്ഞ ആ ചാനലിൽ വന്ന് കണ്ട് നിരന്തരം കമൻ്റ് ഇടുന്നത്. അനിയത്തി, ഞാൻ അനിയത്തിനോടൊരു കാര്യം പറയട്ടെ, അനിയത്തിക്ക് ഒരു ദിവസം ഇതൊക്കെ മനസ്സിലാവും. പിന്നെ എനിക്കിനിങ്ങനെ നീ പറഞ്ഞതിന് പിന്നാലെ കുറേ ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലാവും വിചാരിച്ചിട്ട്. നിനക്ക് മനസ്സിലാവുന്നില്ല എത്ര പറഞ്ഞിട്ട്. എന്തായാലും നിനക്ക് അയ്യപ്പൻ അത് മനസ്സിലാക്കി തരട്ടെ, അതാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് എന്താ പറയുക, കുറച്ച് പ്രായമുള്ള ഒരാളാണ് ഞാൻ. 45 വയസ്സോളം ഉണ്ട്. ഒരു കൊച്ചു അനുജത്തിയായിട്ട് കരുതി പറയാണ്. അനുജത്തി, ഒരു കാര്യം മനസ്സിലാക്കൂ, ഒരിക്കലും ഒരു സ്ത്രീകളും എന്താ പറയുക ഇങ്ങനെ കള്ളം പറയുമോ, ഏതെങ്കിലും സ്ത്രീകൾ ഇങ്ങനെ കള്ളം പറയുമോ? ഞാൻ കള്ളം പറയാറില്ല. മറ്റുള്ള സ്ത്രീകൾ കള്ളം പറയുമോ എന്ന് എനിക്കറിയില്ല അനിയത്തി, ഞാൻ കള്ളം പറയാറില്ല. എന്തായാലും അയ്യപ്പൻ അനിയത്തിക്ക് മനസ്സിലാക്കി തരട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ നീ കവിത എഴുതുന്നുണ്ടെങ്കിൽ ആ കവിത മറ്റുള്ള ആളുകൾ കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് കമൻ്റ് ഇടുകയാണെങ്കിൽ അനിയത്തി, നിൻ്റെ കവിത നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ആളുകൾ വരും, സപ്പോർട്ട് തരും, ഒക്കെ തരും. കവിത എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം കവിത കേട്ടിരിക്കുമ്പോൾ മനസ്സിന് നല്ലൊരു സുഖം കിട്ടും. ഞാൻ കുറേ കവിത കേൾക്കുന്ന ഒരാളും കൂടിയാണ്. മനസ്സിലായോ? അനിയത്തിക്ക് എന്നും നല്ലത് വരട്ടെ, അത്രേ ഈ ചേച്ചിക്ക് പറയാനുള്ളൂ. ഓക്കെ. സ്വാമി ശരണമയ്യപ്പ.